ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ക്രോക്കറ്റ് വീഡിയോ ആണ്. ഒത്തിരി ദിവസമായി ക്രോക്കറ്റ് വീഡിയോ ഇട്ടിട്ട് ഉൾകൊണ്ട് പിന്നാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് അത് ഇടുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്നൊരു വാൾ ഹാങ്ങിങ് അല്ല, ഡോറിൽ നമ്മൾ തൂക്കിയിടുന്ന പോലെ അത് കീ ചെയിനായിട്ട് ഒത്തിരി വെറൈറ്റി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ആക്ച്വലി ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പം 1-2 വീഡിയോ പോലും ഇടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഇപ്പം 300 വീഡിയോയ്ക്ക് മേളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പം ഇനിയും ഇതുപോലെ വീഡിയോ ഇടാൻ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കുറച്ച് പേർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒക്ടോബറിൽ ഞാൻ നാഗർകോവിലിൽ പോയായിരുന്നു. അവിടെ നിന്ന് കുറേ നൂല് മേടിച്ചതായിരുന്നു. ഒട്ടും സമയമില്ല, ഭയങ്കര മഴയും ഒക്കെയാണ്. എന്നാലും കിട്ടിയ സമയത്ത് ഓടിപ്പോയി മേടിച്ചതാണ്. കുറേ അവിടെ ആകുമ്പോൾ നല്ല വിലക്കുറവുമാണ്, പിന്നെ ഒത്തിരി കളേഴ്സും കിട്ടും. ഇവിടെ നമുക്ക് അത്രയും പോലും കിട്ടത്തില്ല, ഭയങ്കര കാസ്റ്റ്ലിയുമാണ്. ഇവിടെ നൂല് മേടിക്കാൻ പോകുമ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള സാധനവും അല്ല തിരുവല്ലയിൽ നിന്ന് മേടിക്കുന്നത്. ഇതൊരു നീഡിലാണ്, അത് ഗാർഡനിങ് ചെടി വെട്ടാൻ വേണ്ടി മേടിച്ചതാണ്. പിന്നെ നമുക്ക് ഈ ക്രോക്കറ്റ് കൊണ്ട് ഒരു വാൾ ഹാങ്ങിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാനൊരു ബ്ലൂ കളർ നൂലാണ് എടുത്തത്. അപ്പോൾ എല്ലാ കളറിലും ഇതുപോലെ പിന്നാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു നോട്ട് ഇടുന്നത്, ഞാൻ ഇതിനു മുമ്പേ ഈ നോട്ട് ഇടുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചാണ്. നമ്മൾ 75 എണ്ണം വെച്ച് ചെയിൻ സ്റ്റിച്ച് പിന്നണം. ആ ചെയിൻ സ്റ്റിച്ചും ആദ്യത്തെ നോട്ടും ഇതെല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് ആദ്യം കണ്ടു കഴിഞ്ഞിട്ട് ഇത് നോക്കണം. അപ്പോൾ ആ സ്റ്റിച്ച് ഇടാൻ പഠിക്കാം നമുക്ക്. അപ്പോൾ ഇപ്പോൾ 75 സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞു. എക്സ്ട്രാ 2 എണ്ണം കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ അടുത്ത റോയിലോട്ട് നമ്മളിത് 3-ാമത്തെ ഹോളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ സൂചി കുത്തി അടുത്ത നൂലെടുക്കുകയാണ്. ഇത് സെക്കൻഡ് ലെയറായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡബിൾ ക്രോഷയാണ് നമ്മൾ പിന്നേണ്ടത് രണ്ടാമത്. അപ്പോൾ ഒരു ഹോളിനകത്ത് തന്നെ 3 പ്രാവശ്യം ഡബിൾ ക്രോഷേ പിന്നണം. അപ്പോൾ ഇതിനകത്തും സിംഗിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, അതൊക്കെ എങ്ങനെയാണ് പിന്നുന്നതെന്നുള്ള വീഡിയോയും ഞാൻ ഇതിന് മുമ്പേ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണുക. അപ്പോഴേ നമുക്ക് ഈ സ്റ്റിച്ചിങ് പഠിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിതുപോലെ ഈ മൊത്തം സിംഗിൾ സ്റ്റിച്ചിനകത്തും ഡബിൾ ക്രോഷേ പിന്നി ഒരു ഹോളിനകത്ത് 3 പ്രാവശ്യം പിന്നണം. അപ്പം തന്നെ അത് പൂ പോലെ വിരിഞ്ഞിങ്ങ് വരത്തുള്ളൂ. നമ്മളത് ചുറ്റുമൊന്നും വേണ്ട, അത് താണേ ഇങ്ങനെ ചുറ്റി റൗണ്ടായിട്ട് വന്നോളും. അപ്പോൾ ഒരു ഹോളിനകത്ത് 3 പ്രാവശ്യം ഇതുപോലെ പിന്നിയെടുക്കണം. ക്രോഷേ പിന്നാൻ താല്പര്യമുള്ളവർക്ക് ആദ്യം ചെയിൻ സ്റ്റിച്ച് പിന്നി പഠിക്കണം, പിന്നെ സിംഗിൾ ക്രോഷേ പഠിക്കണം, പിന്നെ ഡബിൾ ക്രോഷേ പഠിക്കണം. ഇതിൻ്റെ എല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് കണ്ട് കഴിഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്ലെയിനായിട്ട് സിമ്പിൾ ക്രോഷയൊക്കെ നോക്കാം. ഇതുപോലെ ഇങ്ങനെ പിന്നി കഴിയുമ്പോൾ ഈ റൗണ്ട് പൂ പോലത്തെ ഷേപ്പിൽ വരും. നമ്മൾ എത്ര വെച്ച് പിന്നുന്നോ ആ എണ്ണം അനുസരിച്ച് നമ്മൾ ഇതുപോലെ പിന്നിക്കൊണ്ട് പോകുക. ക്രോക്കറ്റിൻ്റെ ഞാൻ ഒത്തിരി വീഡിയോ ഇതിനു മുമ്പേ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. പിന്നെ ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഇച്ചിരി കൂടെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കമൻസ് അയച്ചാൽ മതി. ഞാൻ അതുപോലെ ഇടാൻ ശ്രമിക്കാം. വീഡിയോ ഞാൻ കാണിക്കുന്നത് ക്ലിയറായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ഈ ഹൈറ്റ് മതിയെങ്കിൽ അതോടെ കട്ട് ചെയ്യുക. എന്നിട്ട് അവിടെ വെച്ച് ഒരു നോട്ട് ഇടണം. എൻഡ് ചെയ്യുമ്പം ഉള്ള നോട്ട് ഇടുന്നതും ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ നമ്മൾ കുറേ കളേഴ്സിൽ പിന്നി എടുക്കണം. ഞാനിപ്പം 3-4 കളറിൽ എൻ്റെ കയ്യിൽ ഉള്ള കളർ വെച്ചെല്ലാം ഞാൻ പിന്നിയിട്ടുണ്ട്. ഇത് നമുക്ക് കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം, അല്ലാതെ
മൂന്നാലെണ്ണം ഒന്നിച്ച് ഇങ്ങനെ തൂക്കിയിട്ട് ഈ കാറിലെ ഫ്രണ്ടിൽ തൂക്കിയിടാനോ അല്ലാതെ ഓരോ വീട് ഡെക്കറേറ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ ഷോ പീസായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാനിത് ഡോറിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിള്ളേരുടെ സ്കൂൾ ബാഗിനകത്തൊക്കെ കീ ചെയിനിന് പകരം ഇങ്ങനെ ഓരോരോ കളറിൽ പിന്നെ ഇടാവുന്നതേ ഉള്ളൂ. ഈ ഡിസൈൻ നമ്മൾ ഉണ്ടാക്കുക അത് ഏത് രീതിയിൽ നമുക്ക് വേണമെന്ന്, ഇപ്പോൾ കീ ചെയിനാണെങ്കിൽ ഇത്രയും ഹൈറ്റ് വേണ്ട, അപ്പോൾ അതിൻ്റെ ഹൈറ്റ് കുറച്ച് ആ എണ്ണം കുറച്ച് ഇപ്പോൾ ഇത്രയും നീളത്തിലല്ലാതെ ഒരു 3-4 ലെയർ വന്നാൽ മതി, അതോടെ നിർത്തണം. പിന്നെ നമ്മളല്ലാതെ വാൾ ഹാങ്ങിങ് ആയിട്ട് ഇടണമെന്ന് വിചാരിച്ചാൽ അത് ആ രീതിയിൽ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് അങ്ങനെ പിന്നെ എടുക്കണം. വിൻഡോയിൽ കർട്ടനായിട്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറുതായിട്ട് ഉണ്ടാക്കിയിടാം. നമ്മളൊരു ക്രിയേഷനാണ്, നമ്മൾ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ട് അത് ഏത് രീതിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ആ രീതികളിലൊക്കെ നമുക്കിത് ചെയ്യാം. ചെറിയ ബേബി ഡോളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഉടുപ്പ് പോലെ ഇച്ചിരി ആ ഒരു വീതിക്ക് തയ്ക്കാം. ഇപ്പം ഞാൻ ഡോറിന് നമ്മൾ കയറി വരുന്ന എൻട്രൻസിൽ ഒരു ഡോറിൽ തൂക്കിയിടാവുന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മളൊരു ലെയർ പോലെ പിന്നാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോറിൻ്റെ എത്രയും ലെന്ത് ഉണ്ടോ ആ ലെന്ത് നോക്കി അത്രയും ചെയിൻ സ്റ്റിച്ചാണ് ഇടുന്നത്. ആദ്യം ഒരു 10 ചെയിൻ ഇട്ടിട്ട് അത് ഒരു റൗണ്ട് ആക്കുക. എന്നിട്ട് ആദ്യത്തെ ചെയിനിൽ തന്നെ ഇട്ടെടുക്കുമ്പോൾ അത് ഒരു റൗണ്ട് ഷേപ്പിലാകും. എന്ന് വെച്ചാൽ ഇത് ആണിയെ കൊളുത്താൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ ലെന്ത് അനുസരിച്ച് ഉള്ള ചെയിൻ സ്റ്റിച്ച് ആദ്യം പിന്നെ എടുക്കണം. എന്നിട്ട് ഒരു ലെയറും കൂടെ ഡബിൾ ക്രോഷേ പിന്നെ എടുക്കണം. ഇപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഒരു റോ മൊത്തം ഞാൻ എൻ്റെ വീടിൻ്റെ ലെന്ത് അനുസരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യണം. ഡബിൾ ക്രോഷേ തന്നെ നമ്മൾ ഇച്ചിരി നീളം കൂടുതലായിട്ടാണ് ഒരു വീതിയുള്ള രീതി വരാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഡബിൾ ക്രോഷേ ഇച്ചിരി ലൂസായിട്ട് വീതിക്ക് പിന്നെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു റോ മൊത്തം കംപ്ലീറ്റ് ചെയ്യുക. എൻ്റെ ഈയിടെയായിട്ട് സബ്സ്ക്രൈബർ കുറേ കൂടിയിട്ടുണ്ട്. എന്നാലും അതുപോലെ ഇച്ചിരി കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ 300 കൂടുതൽ വീഡിയോസ് ഇതുവരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്ത വീഡിയോ ഒക്കെ കാണുക. ഇത് തന്നെ നമ്മൾ കുറച്ച് ഡിസൈനായിട്ട് പിന്നണമെന്നുണ്ടെങ്കിൽ ഒരേ ഹോളിനകത്ത് 3 എണ്ണം വെച്ചിട്ട് അടുത്ത് ഒരെണ്ണം വിട്ടിട്ട് ഒരെണ്ണം പിന്നാം. അപ്പോൾ ഒരു പൂവിൻ്റെ ഷേപ്പും കിട്ടും. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഒരു ലെയറാണ് പിന്നാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ മാസത്തിലും 2ാമത്തെ ഫ്രൈഡേ എന്ന് പറയുമ്പം ഞാൻ ക്രോക്കറ്റായിരിക്കും വീഡിയോ ഇടുന്നത്. ഇതിൽ തന്നെ ടേബിൾ മാറ്റും നമ്മൾ ഉടുപ്പ് അങ്ങനെ എല്ലാം പിന്നാവുന്നതാണ്. ഞാനപ്പോൾ ടേബിൾ മാറ്റൊക്കെ ഇതിനു മുമ്പേ ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ എല്ലാം ലിങ്ക് ഇട്ടേക്കാം. അപ്പം നമ്മൾ ഇത് ആ ഒരു ലെയർ ക്ലോസ് ചെയ്ത് അപ്പോൾ ഒരു ലെയറോടെ ഞാൻ നിർത്തുവാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഒരു നാട്ടിട്ടിട്ട് അതിൻ്റെ ബാക്കി വരുന്ന നൂല് ഇതിൻ്റെ സൈഡിൽ കൂടെ അകത്തങ്ങ് കയറ്റി വിട്ടാൽ മതി. അപ്പം ഞങ്ങളുടെ ആ തടിയുടെ മെറൂൺ കളറും പിന്നെ ഈ ഓറഞ്ച് കളറും നല്ല അട്രാക്റ്റീവ് ആയിരിക്കും എന്ന് ഓർത്തിട്ടാണ് ഈ കളർ ഞാൻ എടുത്തത്. ഇതുപോലെ ഇപ്പം ഇച്ചിരി കയറ്റി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എക്സ്ട്രാ നീണ്ടിരിക്കുന്ന നൂലൊക്കെ കണ്ടിച്ച് വിടാം. ഇപ്പം നമുക്ക് ആ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആദ്യം തുടങ്ങിയിടത്തും ഇതുപോലെ കുറച്ച് നൂല് ഇരിപ്പുണ്ട്. അതും നമ്മൾ സൈഡിൽ കൂടെ ഇച്ചിരി കയറ്റി വിട്ടിട്ട് 2-3 ഹോളിനകത്ത് ആ നൂല് ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെയും അറ്റം നൂല് നീണ്ടിരിക്കുന്നതൊക്കെ കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കണം. ഇപ്പം നമ്മുടെ ഈ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മളിനി നമ്മൾ വേറെ പിന്നി വെച്ച ആ പൂ പോലെ പിന്നി വെച്ചിട്ടുള്ളത് ഇതിനകത്ത് നമ്മൾ തൂക്കിയിടാനാണ്. അപ്പോൾ അത് നമ്മൾ ഏത് രീതിയിലാണ് അടുപ്പിച്ചാണോ ഇടുന്നത്, ഇച്ചിരി ഗ്യാപ്പ് ഇട്ടാണോ ഇടുന്നതെന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഞാനപ്പോൾ ഒരു ഗ്യാപ്പ് വിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ട് അങ്ങനെയാണ് തൂക്കിയിടാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇത്രയും ലെന്തുണ്ട്. ഇതിൻ്റെ 2 സൈഡും നമ്മൾ ആണിയെ തൂക്കിയിടുന്ന കൊളുത്ത് പോലെ നമ്മൾ ഇതേ തന്നെ പിന്നി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ നമ്മൾ സെൻറ്റർ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഹാഫ് വെച്ച് ഈ ഓരോരിടം നമ്മൾ ഏതിടത്തിലൊക്കെ ഇത് ചെയ്ത് തൂക്കിയിടാൻ പോകുന്നെന്നുള്ളത് മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഇതാണ് ഞാൻ പിന്നിയ എല്ലാ കളറും ഈ ഒരു ആംഗിളിൽ തന്നെ ഇടാനാണ്. നടുക്ക് തീരെ ചെറുതും പിന്നെ ഓരോ സൈഡും രണ്ടെണ്ണം വെച്ച് ഒരു കളറിൽ രണ്ടെണ്ണം വെച്ച് പിന്നിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് ഒരു 8 എണ്ണം വരുന്നുണ്ട്, അടുത്തത് ഒരു 9 ലെയർ, ഓരോ ലെയറുടെയാണ് ഞാൻ കണക്ക് പറയുന്നത്. അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം കൂട്ടി ഇച്ചിരി നീളം കൂടുതലാക്കിയിട്ടുണ്ട്. ഇത്രയും അടുപ്പിച്ചല്ല ഇടുന്നത്, അതിനകത്ത് ഇടുമ്പം ഇച്ചിരി ഗ്യാപ്പ് വിട്ട് ഇടാനാണ്. ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ അടുക്കി വെച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെ ഇടുമ്പോഴും ഒരു ഭംഗിയായിരിക്കും തോന്നി ഇങ്ങനെ അടുക്കി വെച്ചപ്പം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഇപ്പം ഗ്യാപ്പ് വിട്ടാണ് ഇടുന്നത്. അപ്പം ഞാനിത് ആദ്യം 2ആയിട്ട് മടക്കിയിട്ട് പിന്നെ 4ആയിട്ട് മടക്കി അതിൻ്റെ ഒരു മടക്ക് കൂടെ മടക്കി ഇപ്പം ഇത്രയും ഇടത്താണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ആ ലെവൽ വരാൻ വേണ്ടിയിട്ട് ഞാനൊരു പിന്നാണ് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും നമ്മൾ സേഫ്റ്റി പിന്നാണേലും മതി. ഓരോരിടത്തും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ആ ഗ്യാപ്പ് കറക്റ്റ് വരാതെ വൃത്തികേടായിപ്പോവും. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അത്രയും ലെന്ത് വിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം എണ്ണി അതനുസരിച്ച് വെച്ചാലും മതിയായിരിക്കും. ഞാനിപ്പോൾ ആകെ 11 എണ്ണം പിന്നിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നടുക്ക് ഒരെണ്ണം വെച്ചിട്ട് 2 സൈഡ് 5 വെച്ച് 10 എണ്ണം, അപ്പം 11 എണ്ണം കറക്റ്റായിരിക്കും. അതുപോലെ എല്ലാം മാർക്ക് ചെയ്തിട്ട് ആദ്യം സെൻറ്ററിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ ആദ്യം നടുക്കത്തത് വെച്ചു, എന്നിട്ട് അടുത്തത് ഇതുപോലെ നമ്മൾ ആ ഹോളിനകത്ത് എക്സ്ട്രാ നീട്ടി നമ്മൾ പിന്നി വെച്ചിരിക്കുന്ന അത് ഒരേ ലെങ്ത്തിൽ വെച്ചിട്ട് നമ്മൾ ഒരു നാട്ടിടണം. ഈ സൂചി കൊണ്ട് തന്നെ നമുക്ക് നാട്ടിടാം. ഞാനിപ്പോൾ അല്ലാതെയാണ് ഇട്ട് കാണിക്കുന്നത്. ഇതുപോലെ ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ലെങ്ത്ത് കറക്റ്റാക്കി ഇടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് വേറെ നമുക്ക് ഓരോരുത്തരുടെ ക്രിയേഷൻ അനുസരിച്ച് വേറെ രീതികളിലും ചെയ്യാം. ഞാൻ ഇതിനെപ്പോലെ ഇനിയും വേറെ വീഡിയോകൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം കണ്ടിന്യൂ ആയിട്ട് കാണണം. കീ ചെയിനായിട്ട് ബാഗിനകത്ത് ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോയാണ് ഇത്. ഇതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ച് പിന്നിയാൽ മതിയായിരിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ. Thank you for watching.